Smoking is injurious to health. Smoking causes cancer. 2012-ൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ മിലിട്ടറി സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് ബാറ്റിൽഷിപ്പ്. ജോൺ, എറിക് ഹോബർ എന്നിവർ ചേർന്ന് രചിച്ച തിരക്കഥയിൽ പീറ്റർ ബെർഗ് സംവിധാനം ചെയ്ത ഈ ചിത്രം ടൈലർ കിറ്റ്ഷ്, അലക്സാണ്ടർ സ്കാർസ്ഗാർഡ്, ബ്രൂക്ലിൻ ഡെക്കർ, റിഹാന എന്നിവർ അഭിനയിച്ച ചിത്രമാണ്. ടഡനോബു അസാനോ, ഹാമിഷ് ലിങ്ക്ലേറ്റർ, ലിയാം നീസൺ. ചിത്രീകരണം ഹവായിയിലും USS മിസോറിയിലുമാണ് നടന്നത്. ചിത്രത്തിൽ അന്യഗ്രഹജീവികളുടെ ഒരു നാവികസേനയ്ക്കെതിരെ അവരുടെ വിനാശകരമായ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുത്തുന്നതിനായി ഒരു ചെറിയ കൂട്ടം യുദ്ധക്കപ്പലുകളുടെ സംഘങ്ങൾ പോരാടാൻ നിർബന്ധിതരാകുന്നു. ബാറ്റിൽഷിപ്പ് 2012 ഏപ്രിൽ 3 ടോക്കിയോയിൽ പ്രദർശിപ്പിച്ചു. 2012 മെയ് 18 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സ് റിലീസ് ചെയ്തു. ഈ ചിത്രം പൊതുവെ നെഗറ്റീവ് അവലോകനങ്ങൾ നേടി. ബോക്സ് ഓഫീസിൽ മോശം പ്രകടനം കാഴ്ചവച്ചു. $209 മുതൽ $220 വരെ മില്യൺ നിർമ്മാണ ബജറ്റിൽ ലോകമെമ്പാടും $303 മില്യൺ നേടി. സിനിമ തുടങ്ങുന്നത് 2005-ൽ വാസയോഗ്യമായ പ്ലാനറ്റ് ജി കണ്ടെത്തുകയും 2006-ൽ ഏതൊരു അന്യഗ്രഹ ജീവിയെയും സമീപിക്കുന്നതിനുള്ള ഒരു ആശയവിനിമയ ശ്രേണി ഒവാഹുവിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു. അവിടെ അഡ്മിറൽ ടെറൻസ് ഷെയ്നിന്റെ മകളായ സാമന്ത സാം ഷെയ്നെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അലക്സ് ഹോപ്പർ അറസ്റ്റിലാകുന്നു. അലക്സിന്റെ സഹോദരൻ കമാൻഡർ സ്റ്റോൺ ഹോപ്പർ അലക്സിനെ US നേവിയിൽ ചേരാൻ നിർബന്ധിക്കുന്നു. 6 വർഷത്തിനു ശേഷം അലക്സ് USS ജോൺ പോൾ ജോൺസിലെ ഒരു ലഫ്റ്റനന്റാണ്. പരിക്കേറ്റ സൈനികർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഫിസിക്കൽ തെറാപ്പിസ്റ്റായ സാമുമായി അദ്ദേഹം ബന്ധത്തിലാണ്. USS സാംസണിന്റെ കമാൻഡറായി സ്റ്റോൺ ഒരു മോഡൽ ഓഫീസറാണെങ്കിലും വിമതനായ അലക്സ് ധാരാളം കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അച്ചടക്ക നടപടി നേരിടുന്നു. 2012-ലെ RIMPAC അഭ്യാസത്തിനിടെ 5 അന്യഗ്രഹ ബഹിരാകാശ പേടകങ്ങൾ എത്തുന്നു. അവരുടെ ആശയവിനിമയ കപ്പൽ ഒരു ഉപഗ്രഹത്തിൽ ഇടിച്ച് ഹോങ്കോങ്ങിലെ ബാങ്ക് ഓഫ് ചൈന ടവറിൽ ഇടിക്കുന്നു. മറ്റുള്ളവ ഹവായ് തീരത്ത് വെള്ളത്തിലേക്ക് വീഴുന്നു. സാംസൺ, ജോൺ പോൾ ജോൺസ്, ജാപ്പനീസ് ഡിസ്ട്രോയർ JDS മിയോക്കോ എന്നിവർ ഹവായിയൻ ദ്വീപുകളെയും 3 ഡിസ്ട്രോയറുകളെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ഉള്ളിലെ എല്ലാ റഡാറുകളെയും ആശയവിനിമയങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അഭേദ്യമായ ശക്തിമണ്ഡലം സൃഷ്ടിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ഘടന കണ്ടെത്തുന്നു. 3 അന്യഗ്രഹ യുദ്ധക്കപ്പലുകൾ ഉപരിതലത്തിലേക്ക് വരുന്നു. മനുഷ്യർ അന്യഗ്രഹജീവികളുടെ വില്ലിന് കുറുകെ ഒരു മുന്നറിയിപ്പ് വെടിയുതിർക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ആദ്യ സമ്പർക്കം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. മ്യോക്കോ നശിപ്പിക്കപ്പെടുന്നു. സ്റ്റോൺ ഉൾപ്പെടെയുള്ള എല്ലാ കൈകളും സാംസൺ നഷ്ടപ്പെടുന്നു. ജോൺ പോൾ ജോൺസിന്റെ കമാൻഡ് ക്രൂ കൊല്ലപ്പെടുന്നു. അലക്സ് കപ്പലിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള നാവികനായി മനസ്സില്ലാമനസ്സോടെ കമാൻഡ് ഏറ്റെടുക്കുന്നു. ക്യാപ്റ്റൻ യുഗി നാഗാറ്റ ഉൾപ്പെടെയുള്ള മ്യോക്കോയുടെ അതിജീവിച്ചവരെ വീണ്ടെടുക്കാൻ ജോൺ പോൾ ജോൺസ് വിരമിക്കുന്നു. അതേസമയം അന്യഗ്രഹ ഡ്രോണുകൾ ഒവാഹുവിന്റെ സൈനിക താവളങ്ങൾ നശിപ്പിക്കുന്നു. ആശയവിനിമയ ശ്രേണിക്ക് സമീപം കാൽനടയാത്ര നടത്തുമ്പോൾ സാമും വിരമിച്ച US ആർമി ലഫ്റ്റനന്റ് കേണലും ഇരട്ട അംഗവൈകല്യമുള്ളവനുമായ മിക്ക് കനാൽസും അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. അന്യഗ്രഹജീവികൾ അവരുടെ മാതൃഗ്രഹവുമായി ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ അറേ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അവർ ശാസ്ത്രജ്ഞനായ കാൽ സപാരയെ കണ്ടുമുട്ടുന്നു. ജോൺ പോൾ ജോൺസിന്റെ സംഘം ഒരു അന്യഗ്രഹജീവിയെ പകർത്തുന്നു. ഇത് അന്യഗ്രഹ സംഘട്ടനത്തിന്റെയും ഗ്രഹനാശത്തിന്റെയും അലക്സിന്റെ ചിത്രങ്ങൾ ടെലിപതിയിലൂടെ കാണിക്കുന്നു. കൂടുതൽ അന്യഗ്രഹജീവികൾ കപ്പലിൽ കയറി തങ്ങളുടെ സഖാവിനെ തിരികെ കൊണ്ടുവരുന്നു. അതേസമയം ഒരാൾ കപ്പലിനെ അട്ടിമറിക്കാൻ തുടങ്ങുന്നു. അതിന്റെ കവചിത സ്യൂട്ട് ചെറിയ ആയുധങ്ങളുടെ വെടിവെപ്പിൽ നിന്ന് പ്രതിരോധശേഷിയുള്ളതായി തെളിയിക്കപ്പെടുന്നു. പക്ഷേ ഡിസ്ട്രോയറിന്റെ 5 ഇഞ്ച് തോക്കിൽ അത് നശിപ്പിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ട അന്യഗ്രഹജീവിയുടെ ഹെൽമെറ്റ് അവരുടെ കണ്ണുകൾ സൂര്യപ്രകാശത്തോട് സംവേദനക്ഷമതയുള്ളതാണെന്ന് വെളിപ്പെടുത്തുന്നു. ആഷോർ, സാം, മിക്ക്, കാൽ എന്നിവർ തന്റെ സ്പെക്ട്രം അനലൈസർ വീണ്ടെടുക്കുകയും അന്യഗ്രഹജീവികൾ തങ്ങളുടെ ഗ്രഹവുമായി ബന്ധപ്പെടുമെന്നും 4 മണിക്കൂറിനുള്ളിൽ സൗകര്യത്തിന്റെ ഉപഗ്രഹം സ്ഥാനത്തെത്തുമ്പോൾ കൂടുതൽ സേനയെ വിളിക്കുമെന്നും ജോൺ പോൾ ജോൺസിനെ അറിയിക്കുകയും ചെയ്യുന്നു.
രാത്രിയാകുമ്പോൾ റഡാർ ഇല്ലാതെ യുദ്ധക്കപ്പലുകളെ ട്രാക്ക് ചെയ്യാൻ ഹവായിക്ക് ചുറ്റുമുള്ള നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ NOAA സുനാമി മുന്നറിയിപ്പ് ബോയികൾ ഉപയോഗിക്കാൻ നാഗാറ്റ നിർദ്ദേശിക്കുന്നു. ഈ പദ്ധതി പ്രവർത്തിക്കുന്നു. ജോൺ പോൾ ജോൺസിന് അവയിൽ 2 നശിപ്പിക്കാൻ അനുവദിക്കുന്നു. മൂന്നാമത്തേത് വളരെ അവ്യക്തമാണെന്ന് തെളിയിക്കപ്പെടുന്നു. അതിനാൽ സൂര്യൻ ഉദിക്കുമ്പോൾ കിഴക്കോട്ട് അഭിമുഖീകരിക്കാൻ അവർ അതിനെ ആകർഷിക്കുന്നു. അലക്സും നാഗാറ്റയും സ്നിപ്പർ റൈഫിളുകൾ ഉപയോഗിച്ച് അതിന്റെ പാലത്തിന്റെ ജനാലകൾ വെടിവച്ചു. അതിന്റെ ജീവനക്കാരെ സൂര്യപ്രകാശം കൊണ്ട് അന്ധരാക്കുകയും ജോൺ പോൾ ജോൺസിനെ അത് നശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഡിസ്ട്രോയർ ആശയവിനിമയ ശ്രേണിയെ ലക്ഷ്യമിടാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്യഗ്രഹ ഘടനയിൽ നിന്ന് ഫോഴ്സ് ഫീൽഡ് പുറപ്പെടുവിക്കുന്ന ഡ്രോണുകൾ അതിനെ മുക്കിക്കളയുന്നു. അലക്സും നാഗാറ്റയും മറ്റ് നിരവധി നാവികരും കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിരിച്ചുവിട്ട യുദ്ധക്കപ്പലായ USS മിസോറിയുടെ കമാൻഡർ വിരമിച്ച നാവികസേനാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് അതിജീവിച്ചവർ പ്രവർത്തിക്കുന്നത്. ഫ്ലോട്ടിംഗ് ഘടന ഒരു ഭീമൻ മദർഷിപ്പ് ആണെന്ന് വെളിപ്പെടുത്തുന്നു. പക്ഷേ മിസോറി ഫോഴ്സ് ഫീൽഡ് പ്രവർത്തനരഹിതമാക്കുന്നു. ഇത് വിമാനവാഹിനിക്കപ്പലായ USS റൊണാൾഡ് റീഗനിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറത്താൻ അഡ്മിറൽ ഷെയ്നിനെ അനുവദിക്കുന്നു. കപ്പലിന്റെ അവസാന ഷെൽ വഹിക്കുന്ന യുദ്ധക്കപ്പലിന്റെ ടർററ്റ് പ്രവർത്തനരഹിതമാക്കി കപ്പലിന്റെ അവസാനത്തെ പ്രവർത്തിക്കുന്ന ടർട്ടിലേക്ക് ഷെൽ കൊണ്ടുപോകാൻ നാവികരെ നിർബന്ധിതരാക്കുന്നു. സാം, മിക്ക്, കാൽ എന്നിവർ അറേയിൽ അന്യഗ്രഹജീവികളെ നിർത്തുന്നു. അവിടെ മിക്ക് ഒരു അന്യഗ്രഹ സൈനികനെ കൊല്ലുന്നു. അലക്സ് അവസാന ഷെൽ ഉപയോഗിച്ച് അറേ നശിപ്പിക്കുന്നു. ഇത് മിസോറിയെ പ്രതിരോധരഹിതമാക്കുന്നു. പക്ഷേ ബോയിംഗ് 18 യുദ്ധവിമാനങ്ങൾ മദർഷിപ്പിൽ ബലപ്പെടുത്തലുകൾ കാർപ്പറ്റ് ബോംബ് ചെയ്യുന്നതിനാൽ മദർഷിപ്പിന്റെ ഡ്രോണുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇത് അന്യഗ്രഹ ഭീഷണി ഇല്ലാതാക്കുന്നു. അലക്സിന് ലഫ്റ്റനന്റ് കമാൻഡറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഒരു സിൽവർ സ്റ്റാറും സഹോദരന്റെ മരണാനന്തര നേവി ക്രോസും സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. അലക്സിന് ഉടൻ തന്നെ സ്വന്തമായി ഒരു കപ്പൽ ലഭിക്കുമെന്ന് അഡ്മിറൽ ഷെയ്ൻ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ഒരു നേവി സീൽ ആകാൻ ശുപാർശ ചെയ്യപ്പെടുന്നു. സാമിന്റെ വിവാഹത്തിനായി അലക്സ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അഡ്മിറൽ ആദ്യം വിസമ്മതിച്ചു, പക്ഷേ അലക്സിനെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുന്നു.